അശ്വതി നക്ഷത്രത്തിൻ്റെ സമ്പൂർണ്ണ ജ്യോതിഷ ഫലങ്ങളാണ് പറയുന്നത്. അശ്വതി നക്ഷത്രക്കാർ മേടക്കൂറിൽ ജനിക്കുന്നു. ജനനദശ കേതുവാണ്, അതായത് കേതൂർ ദശയിലാണ് അവർ ജനിക്കുന്നത്. ഇത് പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്, ഓരോ ഘട്ടങ്ങളായിട്ടാണ്. 3 വയസ്സ് വരെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് ബാല്യകാലത്ത് ബന്ധുക്കളല്ലാത്തവർ പല രീതിയിലും ഉപദ്രവിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. കുട്ടിയുടെ ആഭരണങ്ങൾ കാണാതെയാകാം. ഇനി ആരെങ്കിലും കവർന്നോ അതോ കുട്ടി വിഴുങ്ങിയോ എന്ന് ഒരു ആശങ്ക വരുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. കളിപ്പാട്ടങ്ങളിലെ ചെറിയ സ്ക്രൂസ്, ആണികൾ, ബട്ടൺ സെല്ല്, പിന്നുകൾ, മാലയുടെ മുത്തുകൾ, ലോക്കറ്റുകൾ ഒന്നും ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ പക്കൽ കൊടുക്കരുത്. അതേപോലെ തന്നെ ആയുധം, അഗ്നി ഇവയിൽ നിന്നെല്ലാം അപകടം വരുന്നതിനുള്ള ഒരു സാധ്യത ഈ സമയം കാണുന്നുണ്ട്. ചില അശ്വതി നക്ഷത്രക്കാർക്ക് ഒരു ശസ്ത്രക്രിയ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് 3 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് ധനം ലഭിക്കുന്നതായി കാണുന്നു. വീട്ടുകാർക്ക്, കുടുംബത്തിൽ ധനം ലഭിക്കുന്നതായിട്ട് കാണുന്നു. വിദ്യാഭ്യാസ സംബന്ധിച്ച് പുരോഗതിയും ഉന്നതിയും ഒക്കെ ഉണ്ടാകാം. സ്നേഹിതന്മാരും വിദ്യാലയത്തിലെ അധ്യാപകരും ഈ കുട്ടിക്ക് ഗുണം ചെയ്യുന്ന ഒരു കാലമാണ്. പ്രായത്തിനനുസരിച്ചുള്ള പക്വത ഇല്ലാത്ത ഒരു അവസ്ഥ വന്നേക്കാം. 10 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് ചില രോഗങ്ങൾ തലപൊക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. വയറു സംബന്ധിച്ച അസുഖം ഉണ്ടാകാം. മുത്തശ്ശൻ, മുത്തശ്ശി എന്നിവരെ ആരെങ്കിലും ഒരു വിയോഗം വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. 13 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് ഫുഡ് പോയ്സൺ അല്ലെങ്കിൽ വിഷജന്തുക്കളുടെ ഉപദ്രവം വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. 16 വയസ്സ് മുതൽ 22 വയസ്സ് വരെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനും മികച്ച തൊഴിൽ നേടാനും ഇവർക്ക് സാധിക്കുന്നു. ചിലരെ വിവാഹിതരാകാനും ഈ സമയത്ത് ഒരു യോഗം ഇവർക്ക് കാണുന്നുണ്ട്. അത് വളരെ അപൂർവമായിട്ടുള്ള ചിലർക്കാണ്. ഇതിൽ ചില അശ്വതി നക്ഷത്രക്കാരായ ആൺകുട്ടികൾ ബാല്യം, കൗമാരം, യൗവനം വരെയുള്ള കാലത്ത് സ്ത്രൈണ സ്വഭാവം കാണിക്കാനായിട്ടൊരു സാധ്യത കാണുന്നുണ്ട്. സ്ത്രീജിത സൗന്ദര്യം, നടത്തയെല്ലാം പെൺകുട്ടികളുടെ രീതിയിലായിരിക്കാൻ ഒരു സാധ്യത ചിലർക്കുണ്ട്. മുഖത്തും സ്വകാര്യ സ്ഥലങ്ങളിലും രോമ വളർച്ചയും തീരെ ഇല്ലാതായി വന്നേക്കാം. രക്ഷകർത്താക്കളും കുട്ടിയും പേടിക്കണ്ട. ഇത് യൗവനം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം വേഗം തന്നെ നേരെയാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ സമയം കുട്ടിയെ നൃത്തം അഭ്യസിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇവർക്ക് ഭാവി പ്രവചിക്കാനായിട്ടൊരു കഴിവ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. 22 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് സർക്കാരിൽ നിന്നും സഹായം കിട്ടിയില്ല എന്ന് മാത്രമല്ല പല രീതിയിലുള്ള ഉപദ്രവങ്ങളും വീട്ടുകാർക്കുണ്ടായേക്കാം. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ചില സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാകുന്നതിനുള്ള തടസ്സം കാണുന്നുണ്ട്. വിദ്യാഭ്യാസ ലോണുകൾക്കും ചിലർക്ക് തടസ്സം വരാം. ആയതിനാൽ മറ്റു വഴികൾ കൂടി ആലോചിക്കണം. കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരിടത്തു നിന്നും മാത്രം ഒന്നും നമ്മൾ ആശ്രയിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. സോഷ്യൽ മീഡിയയിൽ ഇക്കാര്യങ്ങൾ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ധാരാളം സഹായം ലഭിക്കുന്നതിനുള്ള സാഹചര്യം കാണുന്നുണ്ട്. സുഹൃത്തുക്കളുമായി വാക്ക് തർക്കം വരാം. അത് വിരോധത്തിന് ഇടയാക്കാം. തൊഴിൽ നേടിയവർക്ക് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. എന്തെങ്കിലും ഒരു തൊഴിലിലേക്ക് പ്രവേശിച്ചവർക്ക് കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. 23 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ള കാലത്ത് ജ്വരം പോലുള്ള പനികൾ വരാം. ചിലർക്ക് ചിക്കൻ പോക്സ് വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. കുരുക്കൾ പോലുള്ള രോഗം വന്നേക്കാം. ചിലർക്ക് പിതാവിൻ്റെ അകൽച്ച ഉണ്ടാകാം. ഏതെങ്കിലും സ്ഥാനമാനമുള്ളവരാണെങ്കിൽ അത് നഷ്ടപ്പെടുവാനുള്ള ഒരു സാധ്യത ഈ സമയം കാണുന്നുണ്ട്. അതുകൊണ്ട് തൊഴിൽ വളരെ ശ്രദ്ധിക്കുക. 24 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള കാലഘട്ടത്ത് വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള തൊഴിൽ ഇവർക്ക് ലഭ്യമാകും. വിവാഹ ഭാഗ്യവും കാണുന്നു, സന്താന ഭാഗ്യവും കാണുന്നുണ്ട് ഈ സമയത്ത്. 25 വയസ്സ് മുതൽ 26 വയസ്സിലുള്ള കാലഘട്ടത്ത് ദമ്പതിമാർ തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ ഒരു സാധ്യതയുള്ളതിനാൽ വഴക്കും ബഹളങ്ങളും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ 26 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് ചിലർക്ക് സോറിയാസിസ് പോലുള്ള തൊലിപ്പുറത്തുള്ള രോഗങ്ങൾ വരുന്നതിനുള്ള സാധ്യത ഈ സമയം കാണുന്നുണ്ട്. അല്ലെങ്കിൽ ചിലർക്ക് മഞ്ഞപ്പിത്തം
അല്ലെങ്കിൽ മഞ്ഞ കാമാല വരുന്നതിനുള്ള സാധ്യതയുണ്ട്. 28 വയസ്സ് മുതൽ 29 വയസ്സ് വരെയുള്ള കാലത്ത് ചില അശ്വതി നക്ഷത്രക്കാരുടെ വിവാഹം നടക്കാം. കൂടുതൽ മികച്ച ജോലി ഇവർക്ക് ലഭ്യമാകുന്ന ഒരു സമയമാണ്. ഭൂസ്വത്തും വീടും സ്വന്തമാക്കാൻ ഒരു ഭാഗ്യം കാണുന്നുണ്ട്. വരുമാനമുണ്ടെങ്കിലും ചെലവുകൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. ചെലവുകൾ കുടുംബത്തിൽ തന്നെ ആയിരിക്കും വരുന്നത്. 29 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് ചില രോഗങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. മോഷണം മൂലം പല വസ്തുക്കളും നഷ്ടപ്പെടുവാനുള്ളൊരു സാധ്യത കാണുന്നു. ആയതിനാൽ വിലപിടിച്ച വസ്തുവകകൾ സ്വന്തം കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. ആരെയും വിശ്വസിച്ച് പ്രധാനപ്പെട്ട രേഖകൾ, പാസ്പോർട്ട്, വിസ നടപടികൾക്കുള്ള രേഖകൾ, ബാങ്ക് ATM കാർഡ്, വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ അങ്ങനെ പലതും സ്വന്തം കസ്റ്റഡിയിൽ തന്നെ സൂക്ഷിക്കുന്നതായിരിക്കും ഏറ്റവും ഭദ്രം. 30 വയസ്സ് മുതൽ 31 വയസ്സ് വരെയുള്ള കാലത്ത് മിത്രങ്ങൾ ശത്രുക്കളാകേണ്ട ഒരു കാലമാണ്. ചില അപകടങ്ങൾ വരാം. ഫുഡ് പോയിസണോ വിഷജന്തുക്കളുടെ ഉപദ്രവമോ വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചാൽ മതി. 31 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് അവർക്ക് 31 മുതൽ 33 വയസ്സ് വരെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് ചിലർക്ക് ഈ സമയം വിവാഹം നടക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ജോലിയിൽ ഉന്നതി, അതായത് പ്രമോഷൻ ലഭിച്ചേക്കാം. 33 മുതൽ 34 വയസ്സ് വരെ ഉള്ളവർക്ക് അമ്മയ്ക്ക് ചില അസുഖങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. 34 മുതൽ 36 വയസ്സ് വരെയുള്ള കാലത്ത് ഏതു മേഖലയിൽ പ്രവർത്തിക്കുന്നവരായാലും ധനലാഭം ധാരാളം ഉണ്ടാകാൻ കഴിയുന്ന ഒരു സമയമാണ്. ഇഷ്ടപ്പെട്ട വാഹനം വാങ്ങാൻ സാധിക്കും. സാമ്പത്തികമായി പല നേട്ടങ്ങളും ഇവർക്കുണ്ടാകുന്നു. നിക്ഷേപം നടത്താനും സാധിക്കുന്നു. 36 വയസ്സ് മുതൽ 37 വയസ്സ് വരെയുള്ള കാലത്ത് ധാരാളം നിക്ഷേപ പദ്ധതികളിൽ നിക്ഷേപം നടത്താനുള്ള ഒരു സമയമാണ്. അത് നടത്തണം. സമ്പാദിക്കാൻ സാധിക്കുന്നു. പുതിയ വാഹനം വാങ്ങാനും സന്താന ഭാഗ്യത്തിനും ഈ സമയം യോഗ്യം കാണുന്നുണ്ട്. ജോലിയിൽ പ്രമോഷൻ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. 37 വയസ്സ് മുതൽ 38 വയസ്സ് വരെയുള്ള കാലത്ത് സാമ്പത്തിക നേട്ടം ധാരാളമായിട്ട് ഉണ്ടാകുന്ന ഒരു സമയമാണ്. കോടതിയിലുള്ള കേസുകൾക്ക് വിജയം ലഭിക്കാം. എന്തെങ്കിലും കേസുണ്ടെങ്കിൽ അതൊക്കെ ജയിക്കാം. അതുവഴി വലിയ ഒരു നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. പലരും നിങ്ങളെ ചതിയിൽ, വഞ്ചനയിൽ പെടുത്തുവാൻ ശ്രമിക്കും. സൂക്ഷിക്കുക. ഈ സമയം വളരെ ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്. ആരുമായിട്ടും വഴക്കിനും തർക്കത്തിനും ഒന്നും പോകാതിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപമാനം, മാനഹാനി ഇവ വരുവാൻ സാധ്യത കാണുന്നതിനാൽ ശ്രദ്ധിക്കുക. 38 വയസ്സ് മുതൽ 39 വയസ്സ് വരെയുള്ള കാലത്ത് ചില രോഗങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സഹോദര സ്ഥാനത്തുള്ളവരുടെ വേർപാട് കാണുന്നതിനൊരു സാധ്യതയുണ്ട്. സർക്കാരിൽ നിന്നും ചില അനിഷ്ടങ്ങൾ വന്നേക്കാം. അതുപോലെ 39 മുതൽ 40 വയസ്സ് വരെയുള്ള കാലത്ത് ഫുഡ് പോയിസൺ വരാം. അതായത് സ്കിൻ പ്രോബ്ലം വരുന്നതിന്, തൊലിപ്പുറത്ത് ചില അലർജിയുടെ മൂലമുള്ള ഉപദ്രവങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. അച്ഛനോ അമ്മയോ വേണ്ടപ്പെട്ടവരുടെ ഒരു വേർപാട് ഈ സമയം കാണുന്നതിനൊരു സാധ്യതയുണ്ട്. ചിലർ 40 വയസ്സ് മുതൽ 41 വയസ്സ് വരെയുള്ള കാലത്ത് ചിലർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകാനും ഈ സമയം യോഗം കാണുന്നുണ്ട്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഉള്ള ഭാഗ്യമുണ്ട്. ആരോഗ്യം ഈ സമയം വളരെ തൃപ്തികരമായിരിക്കും. 41 വയസ്സ് മുതൽ 43 വയസ്സ് വരെയുള്ള 42 വയസ്സ് വരെയുള്ള കാലത്ത് മക്കൾക്കും ദമ്പതിമാരിൽ ആർക്കെങ്കിലും അസുഖങ്ങൾ വരുന്നതിനൊരു സാധ്യതയുണ്ട്. ധനത്തിന് ധാരാളം ചെലവുകൾ വരാം. ശത്രുക്കളും അസൂയ ഉള്ളവരും ചേർന്ന് ധനനാശം വരുത്തുവാൻ ഒരു സാധ്യത ഉള്ളതിനാൽ ഈ സമയം ഒന്ന് ശ്രദ്ധിക്കുക. 42 വയസ്സ് മുതൽ 43 വയസ്സ് വരെയുള്ള കാലത്ത് ശത്രുക്കളെ സൂക്ഷിക്കുക. വാഹനത്തിനും ധനത്തിനൊക്കെ കുറച്ച് നാശനഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിനാൽ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. വേണ്ടപ്പെട്ടവരുടെ വിരഹം ഉണ്ടാകുന്നതിനും ഒരു സാധ്യതയുണ്ട്. 43 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ള കാലത്ത് കോടതി കേസുകളിൽ വിജയം ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. വിദേശത്തേക്കോ വിദൂര സംസ്ഥാനത്തേക്കോ പോയി വസിക്കുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. ഈ സമയം ദമ്പതിമാർ തമ്മിൽ പിണങ്ങുന്നതിനൊരു സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. 44 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ള കാലത്ത് ഈ സമയം ജോലി കുറച്ച് കഠിനമായിരിക്കും. എന്ന് പറഞ്ഞാൽ അധ്വാനം കുറച്ച് കൂടാം. വളരെ ശ്രമപ്പെട്ട് സമ്പാദിക്കാൻ സാധിക്കും. സന്തോഷകരമായ നേട്ടങ്ങളും ഇവിടെ ഉണ്ടാകാം. എന്നാൽ സ്വയം ആൾക്കാർ മുഖേന ദുഃഖം വരുന്നതിനുള്ള സാധ്യതയുണ്ട്. സ്വന്തം ആൾക്കാർ മുഖേന ചില ദുഃഖങ്ങളൊക്കെ വരാം. 45 വയസ്സ് മുതൽ 46 വയസ്സ് വരെയുള്ള കാലത്ത് ചില സമയത്ത് സാമ്പത്തിക ക്ലേശങ്ങൾ വരുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്.
തൊഴിൽ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ ശ്രമിക്കുക. ചില വിട്ടുവീഴ്ചകൾ ചെയ്യുക. ത്വക്ക് രോഗം, അലർജി ഇവ വരുന്നതിനും ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട്. 46 വയസ്സ് മുതൽ 48 വയസ്സ് വരെയുള്ള കാലത്ത് വയറിന് പല പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതായി കാണുന്നു. അലർജിയും ജ്വരം മുതലായ പനികളും വരാം. നേർവഴി ചിന്തിക്കേണ്ട മനസ്സ് നേർവഴി ചിന്തിക്കാതെ ഇരിക്കാം. വളഞ്ഞ വഴിയൊക്കെ ചിന്തിക്കാം. എന്നാൽ ചില അശ്വതി നക്ഷത്രക്കാർക്ക് മാനസികമായും ശാരീരികമായും ഏറെ ഗുണങ്ങൾ ലഭിക്കുന്നതും സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. 48 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള കാലഘട്ടത്ത് വളരെ ഗുണകരമായ ഒരു സമയമാണ്. ആരോഗ്യവും മനസ്സമാധാനവും ലഭിക്കും. ചില ധനനേട്ടങ്ങൾ ഉണ്ടാകാം. മകൻ പഠിത്തം കഴിഞ്ഞ് തിരിച്ചെത്താം. വിദേശത്തോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലൊക്കെ ആണെങ്കിൽ ആ കുട്ടി തിരിച്ചെത്താൻ സാധിക്കും. അല്ലെങ്കിൽ വിദൂര സംസ്ഥാനത്താണെങ്കിലും പഠിത്തം കഴിഞ്ഞ് തിരിച്ചെത്താൻ സാധിക്കും വിജയിച്ച്. പുത്രിയാണെങ്കിൽ പഠനം കഴിഞ്ഞ് ജോലിക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്താം. മക്കൾക്ക് നല്ല ഒരു സമയമാണ്. അപ്പം മകളാണെങ്കിൽ കല്യാണം നടത്താനൊക്കെ ഉള്ളൊരു നല്ല സമയമാണ്. അടുത്ത 50 വയസ്സ് മുതൽ 53 വയസ്സ് വരെയുള്ള കാലത്ത് ചില രോഗങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. ഭാര്യയോടും മക്കളോടും ഒരു അഭിപ്രായ വ്യത്യാസം വന്നേക്കാം. ചിലർക്ക് വിദേശത്തേക്കോ വിദൂര സംസ്ഥാനത്തേക്കോ പോയി താമസിക്കുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. 53 വയസ്സ് മുതൽ 56 വയസ്സ് വരെയുള്ള കാലത്ത് പല വഴിക്കും ധനലാഭം ധാരാളം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ തീർച്ചയായിട്ടും ലഭ്യമാകും. പേരക്കുട്ടികൾ ജനിക്കാൻ പൊതുവെ നല്ല ഒരു സമയമാണ്. 56 മുതൽ 57 വയസ്സ് വരെയുള്ള കാലഘട്ടത്ത് ശത്രുക്കൾ ശല്യം ചെയ്യാം. ടൈഫോയിഡ് പോലുള്ള പനികൾ വരുന്നതിനൊരു സാധ്യതയുണ്ട്. ശരീരത്തിന് ബലക്ഷയം വന്നേക്കാം. 57 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള കാലത്ത് പുതിയ വാഹനം വാങ്ങുവാനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. വസ്തുവകകൾ ലഭിക്കുന്നു. വാദസംബന്ധമായ രോഗം വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ബന്ധുജനങ്ങളുമായി ഒന്ന് വിരോധം വരുന്നതിനും ഒരു സാധ്യതയുണ്ട്. 60 വയസ്സ് മുതൽ 61 വയസ്സ് വരെയുള്ള കാലത്ത് ശത്രുക്കളെ കൊണ്ട് ഉപദ്രവം വന്നേക്കാം. പല രോഗങ്ങളും ആപത്തുകളും വന്നേക്കാൻ സാധ്യത കാണുന്നുണ്ട്. 61 വയസ്സ് മുതൽ 62 വയസ്സ് വരെയുള്ള കാലത്ത് ദമ്പതിമാർ ആരെങ്കിലും വിയോഗം വരുന്നതിനോ പിരിഞ്ഞു മാറി താമസിക്കുന്നതിനോ ഒരു യോഗം ഈ സമയം കാണുന്നുണ്ട്. ധനനാശം വരുവാനും സാധ്യതയുണ്ട്. 62 വയസ്സ് മുതൽ 63 വയസ്സ് വരെയുള്ള കാലത്ത് പല രോഗങ്ങളും കഷ്ടപ്പാടുകളും വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. രാഷ്ട്രീയത്തിലുള്ളവർക്ക് പദവി നഷ്ടപ്പെടാനും സാധ്യത കാണുന്നു. ചിലർക്ക് ഹൃദയത്തിന് അസുഖം വന്നേക്കാം. 63 വയസ്സ് മുതൽ 64 വയസ്സ് വരെയുള്ള കാലത്ത് നിക്ഷേപങ്ങളിൽ നിന്നും സാമ്പത്തിക ഗുണം ലഭിക്കുന്ന ഒരു സമയമാണ്. സർവ്വ ഐശ്വര്യങ്ങളിൽ ലഭിക്കും. ചിലർക്ക് അത്യാവശ്യ സമയങ്ങളിൽ മറ്റുള്ളവരിൽ നിന്നും ചില സാമ്പത്തിക സഹായം ലഭിക്കുന്നതിനൊരു സാധ്യതയുണ്ട്. ചിലർക്ക് അവാർഡുകളും മറ്റു അംഗീകാരങ്ങളും ലഭിച്ചേക്കാം. എന്നാൽ ചിലർക്ക് ശത്രുക്കളുടെ ശല്യവും കേസും വന്നേക്കാം. അതിനാൽ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. 64 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള കാലത്ത് സകല ഐശ്വര്യങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണ്. വിചാരിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നു. പൊതുവെ ഈ കാലം വളരെ നല്ലതായിരുന്നു. കൊച്ചുമക്കളും പേരക്കുട്ടികളും, അതായത് കൊച്ചുമക്കളും ഉദ്ദേശിച്ചത് പേരക്കുട്ടികളാണ്, ഇവർ ഉണ്ടാകുന്നു. കുടുംബത്തിൽ വളരെ സന്തോഷവും ഐക്യവും നിലനിൽക്കുന്നു. 65 വയസ്സ് മുതൽ 68 വയസ്സ് വരെയുള്ള കാലത്ത് കുടുംബത്തിന് ദോഷമുള്ള പലതും നടക്കുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. വിശേഷിച്ചും ധനനാശം വരാം. ചില രോഗങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. ചിലർക്ക് വരുമാനം തീരെ കുറയുന്നതായിട്ടാണ് കാണുന്നത്. വിദേശത്ത് ജോലിയുള്ളവർ മോശമായ ആരോഗ്യം കാരണം റിട്ടയർമെൻറ്റ് എടുക്കുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം കുറയുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. 68 മുതൽ 70 വയസ്സ് വരെയുള്ള കാലത്ത് പല ദുഃഖങ്ങളും ഉണ്ടാകാം, പല രോഗങ്ങളും ഉണ്ടാകാം. ചിലർക്ക് ധാരാളം ഗുണങ്ങളും ഏറെ ലഭിക്കുന്നു. 70 വയസ്സ് മുതൽ 72 വയസ്സ് വരെയുള്ള കാലത്ത് ചിലർക്ക് സർജറി വേണ്ടി വന്നേക്കാം. ചില രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. ദമ്പതിമാർ ആരെങ്കിലും ജീവഹാനി വരുന്നതിനും ഒരു സാധ്യതയുണ്ട്. 72 മുതൽ 74 വയസ്സ് വരെയുള്ള കാലത്ത് പല പ്രകാരത്തിലും ഗുണമുള്ള സമയമാണ്. മക്കളെയും കൊച്ചുമക്കളെയും കാണാനുള്ള ഭാഗ്യം ലഭിക്കുന്നു. 74 മുതൽ 76 വയസ്സ് വരെയുള്ള കാലഘട്ടത്ത് കോടതിയിൽ കേസുകൾ ഉണ്ടെങ്കിൽ ജയിക്കും. സർക്കാരിൽ നിന്നും പല ആനുകൂല്യങ്ങൾ ലഭിച്ചേക്കാം. പുതിയ വാഹനം വാങ്ങാൻ സാധിക്കുന്നു. 76 മുകളിലോട്ടുള്ള കാലഘട്ടത്ത് ദൈവാനുഗ്രഹമുള്ള കാലമാണ്. സൽക്കാരങ്ങൾ ലഭിച്ചേക്കാം. കൃഷിക്കാരനാണെങ്കിൽ ഗുണങ്ങൾ ഏറെ ലഭിക്കാം. നല്ല ഭൂമി ലഭിച്ചേക്കാം. ചില രോഗങ്ങൾ വരുവാൻ സാധ്യത കാണുന്നു. എങ്കിലും ധനത്തിന് കുറവ് വരുന്നില്ല. മക്കളും മരുമക്കളും കൊച്ചുമക്കളുമായി സന്തോഷം ജീവിക്കാൻ സാധിക്കുന്നു. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്.
ഗുണപരമായ യോഗങ്ങൾ ഏറെയുള്ള ജാതകത്തിൽ ഏറെ ഗുണഫലങ്ങൾ ലഭിക്കുന്നു. രാജയോഗം, ഗജകേശരി യോഗം, സർക്കാർ ജോലി യോഗം, പൗർണമി യോഗം, ലഗ്നാധിപത്യ യോഗം തുടങ്ങിയ ഗുണങ്ങൾ ഉള്ളവർക്ക് ഏറെ ഗുണങ്ങൾ ലഭിക്കുന്നു. എന്നാൽ വളരെ അപൂർവമായി ചില മോശപ്പെട്ട ജാതകങ്ങളും കാണാനുണ്ട്. കാളസർപ്പയോഗം, ഇത് 12 തരം കാളസർപ്പയോഗങ്ങളുണ്ട്. ഏതാണോ അത് ജാതകനെന്നുള്ളത് അത് അതിൻ്റേതായ ദോഷങ്ങൾ വരാനൊരു സാധ്യത ജാതകത്തിൽ കാണുന്നുണ്ട്. അത് ജാതകം വിശദമായി പരിശോധിച്ചാലേ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ചൊവ്വ ദോഷം ഉണ്ടെങ്കിൽ അത് ഉള്ള ജാതകമാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടാകാം. അതേപോലെ ദുര്യോഗം, അധമയോഗം, വിപരീത രാജയോഗം, ശകടയോഗം തുടങ്ങിയ യോഗങ്ങൾ ഉണ്ടെങ്കിലും അത് വളരെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കാം. ജാതകന് ഈ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്ന വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ജാതകം സ്വന്തം ഇഷ്ടപ്പെട്ട പ്രകാരമുള്ള വിദ്യ നേടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വേഗം തൊഴിൽ ലഭിക്കുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. മുൻ ജന്മത്തിലെ പാപങ്ങളും പുണ്യങ്ങളും ഏതാണോ അത് കണക്കിലെടുത്ത് ഈ ജനനം നല്ലതും മോശവുമായിട്ടുള്ള ഫലങ്ങൾ ലഭിച്ചേക്കാം. സ്വദേശമാണോ വിദേശമാണോ ജോലി സാധ്യത എന്നുള്ളത് ജാതകം പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. അത് ആ നാട്ടിൽ പോയാൽ തൊഴിൽ ലഭിക്കുകയും ആ നാട്ടിൽ വെച്ച് ധാരാളം ധനം സമ്പാദിക്കുവാൻ സാധിക്കുമോ എന്നും നോക്കേണ്ടതാണ്. മറിച്ചാണെങ്കിൽ അതായത് വിദേശ തൊഴിലാണ് ജാതകത്തിൽ എന്നുണ്ടെങ്കിൽ സ്വദേശത്ത് എത്ര ചെയ്താലും അതിൻ്റെ സാമ്പത്തിക ഗുണം ലഭിക്കുന്നില്ല. അതേപോലെ തന്നെ നീച ജാതകമാണെങ്കിൽ ഭാവി തന്നെ അവർ തന്നെ തീരുമാനിക്കും. ചിലപ്പോൾ നല്ലതാകാം, ചിലപ്പോൾ കുടുംബത്തിനും നാട്ടിനും രാജ്യത്തിനും തന്നെ ദോഷമാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഈ കുട്ടി ജനിക്കുന്ന സമയം നോക്കുകയാണെങ്കിൽ അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുന്ന ചില കുട്ടികൾക്ക്, അതായത് അശ്വതി നക്ഷത്രത്തിൻ്റെ ആരംഭത്തിൽ 1-ാം പാദത്തിലൊക്കെ ജനിക്കുന്ന കുട്ടികൾക്ക് ഗന്ധാന്ത ദോഷം എന്നുള്ളൊരു ദോഷം വരാനുള്ള സാധ്യത അപൂർവമായിട്ട് കാണുന്നുണ്ട്. അത് രേവതി നക്ഷത്രത്തിൻ്റെ അവസാന 6 മണിക്കൂറും അശ്വതി നക്ഷത്രത്തിൻ്റെ ആദ്യ 6 മണിക്കൂറും ചേർന്ന 12 മണിക്കൂർ സമയത്ത് ജനിച്ച കുട്ടികൾക്ക് ചില ദോഷങ്ങൾ കാണുന്നുണ്ട്. അതിനെയാണ് ഗന്ധാന്ത ദോഷം എന്ന് പറയുന്നത്. രേവതിയുടെ അവസാന 1.5 മണിക്കൂറും അശ്വതിയുടെ ആദ്യത്തെ 1.5 മണിക്കൂറും ചേർന്ന 3 മണിക്കൂർ അധിക ദോഷമുള്ള ഒരു സമയമാണ്. ഇതിനെ അഭിക്തസന്ധി എന്ന് പറയുന്നു. ഇത് കുട്ടിയുടെ ജാതകം പരിശോധിച്ചാലേ കൃത്യമായിട്ട് വിവരങ്ങൾ പറയാൻ സാധിക്കൂ. ഗന്ധാന്ത ദോഷമുണ്ടോ, ഏതു ഭാഗ്യത്തെയാണ് ഇത് ബാധിക്കുന്നതെന്ന് അറിയണമെങ്കിൽ ജാതക പരിശോധന നടത്തണം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നേരുന്നു. ഇത് അപൂർവം ഉള്ള ദോഷങ്ങളാണ് ഈ പറഞ്ഞത്. എല്ലാവർക്കും ഈ ദോഷം ഉണ്ടാകണമെന്നില്ല. ജാതകം പരിശോധിച്ചാലേ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. നിങ്ങൾക്കുള്ള ജാതകപരമായോ പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾ അറിയുന്നതിന് എൻ്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ എല്ലാവർക്കും സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഞാൻ നേരുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.